Dear students, ഇന്നത്തെ സബ്ജക്ട് ഫിസിക്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഇലക്ട്രിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ എ സർഫസ്. ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ സർഫസ് എസ് ഈസ് ഗിവൺ ബൈ phi equal to closed integral E dot ds. If the surface S is a plane surface, then the total electric flux is phi equal to E dot S equal to Es cos theta. SI unit of electric flux is Newton meter square per coulomb. ഇപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ എ സർഫസ്. ഒരു സർഫസിലൂടെ നോർമലി പാസ് ചെയ്തു പോകുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, അതാണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫ്ലക്സിന്റെ സിമ്പിളാണ് phi ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. സർഫസ് ഒരു പ്ലെയിൻ സർഫസ് ആണെങ്കിൽ phi ഈക്വൽ ടു ഇ ഡോട്ട് എസ് ഇ എസ് കോസ് തീറ്റ. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ എ സർഫസ്. SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് ആണ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോം. മനസ്സിലായോ? അപ്പോൾ എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ്? ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ എ സർഫസ്. phi എന്ന് പറഞ്ഞ സിമ്പിളിൽ ഇലക്ട്രിക് ഫ്ലക്സ് റെപ്രസെന്റ് ചെയ്യുക phi ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. പ്ലെയിൻ സർഫസ് ആണെങ്കിൽ ഇ ഡോട്ട് എസ് ഇ എസ് കോസ് തീറ്റ. ഇനി ഇലക്ട്രിക് ഫ്ലക്സിനെ കുറിച്ചുള്ള ഒരു ലോയാണ് എന്ത്? ഗോസസ് തിയറം. The total electric flux over a closed surface is equal to 1 by epsilon 0 times the total charge enclosed by the surface. അപ്പോൾ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ് സർഫസ് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിക് ഫ്ലക്സ്, ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് 1 by epsilon 0 times the total charge enclosed by the surface. ടോട്ടൽ ഫ്ലക്സ് അതായത് phi ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു 1 by epsilon 0 into q. Or the surface integral of electric field intensity over any closed surface is equal to 1 by epsilon 0 times the net charge enclosed within the surface. ഗോസസ് തിയറം പഠിക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ ഈ ഡെഫിനേഷൻ പഠിക്കുക, അല്ലെങ്കിൽ ഈ ഡെഫിനേഷൻ പഠിക്കുക. ഈ ഇക്വേഷൻ ഫുള്ളായിട്ട് എഴുതാം. അപ്പോൾ ഈ ഇക്വേഷൻ പഠിച്ചിട്ട് ഡെഫിനേഷനിലേക്ക് എത്താണ് ഈസി. ആദ്യം നമ്മൾ പഠിക്കുക phi ടോട്ടൽ ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു 1 by epsilon 0 into q. phi എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രിക് ഫ്ലക്സ്, ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ് സർഫസ് ഇസ് ഈക്വൽ ടു, ഇത് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പറയാം, 1 by epsilon 0 ടൈംസ് ദ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. മനസ്സിലായോ? ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഇസ് ഈക്വൽ ടു 1 by epsilon 0 ടൈംസ് ദ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. അല്ലെങ്കിൽ നമുക്ക് ഇത് വെച്ച് ഡെഫിനേഷൻ പറയാം. സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി over any closed surface is equal to 1 by epsilon 0 times the net charge enclosed within the surface. ഇത് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ പറഞ്ഞാലും മതി, അല്ലെങ്കിൽ ഇത് പറഞ്ഞിട്ട് ഇങ്ങനെ പറയാം. എല്ലാം ഈക്വൽ ആണ്. phi ഈക്വൽ ടു 1 by epsilon 0 into q. ഈ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു 1 by epsilon 0 into q. അതാണ് ഗോസസ് തിയറം. രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് എഴുതിയിട്ടാണ് ഈ ഇക്വേഷൻ. അപ്പോൾ phi ഈക്വൽ ടു 1 by epsilon 0 into q. അതാണ് ഗോസസ് തിയറം. ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു 1 by epsilon 0 into q. രണ്ട് തരത്തിൽ വേണമെങ്കിൽ ഡെഫിനേഷൻ പറയാം. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ് സർഫസ് ഇസ് ഈക്വൽ ടു 1 by epsilon 0 ടൈംസ് ദ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. മനസ്സിലായോ? അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ എ സർഫസ്. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ എ സർഫസ്. phi ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്ലിക്കേഷൻസ് ഓഫ് ഗോസസ് തിയറം. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ് സ്ഫെറിക്കൽ ഷെൽ. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ് സ്ഫെറിക്കൽ ഷെൽ. ഇലക്ട്രിക് ഫീൽഡ് അങ്ങനെയാണ്. ഇലക്ട്രിക് ഫീൽഡ് അപ്ലിക്കേഷൻ ഫസ്റ്റ് 3 അപ്ലിക്കേഷൻ ഉണ്ട്. യൂണിഫോംലി ചാർജ് സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ ഉണ്ട്, ഇൻഫിനിറ്റ് പ്ലെയിൻ വയറിൻ്റെ ഉണ്ട്, അതുപോലെ ഷീറ്റിൻ്റെ ഉണ്ട്. അങ്ങനെ 3 ഡെറിവേഷനാണ്, 3 ആപ്ലിക്കേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ആപ്ലിക്കേഷനാണ് പഠിക്കുന്നത്, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ് സ്ഫെറിക്കൽ ഷെൽ. ആദ്യം മനസ്സിലാക്കേണ്ടത് ഗോസസ് തിയറത്തിൽ പറയുന്നത്, ഇതാണ് ഒരു സ്ഫിയർ നമ്മൾ കൺസിഡർ ചെയ്തു. ഇത് യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ള, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു സ്ഫെറിക്കൽ ഷെല്ലാണ്. ഇവിടെ നമ്മൾ പുറത്തൊരു പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോൾ ആ പോയിന്റിൽ
ഒരു ഗോസിയൻ സർഫസ് ഉണ്ടാവും. ഇതൊരു ഇമാജിനറി ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പോൾ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് പറഞ്ഞ പോയിന്റ്, സ്ഫിയറിന് പുറത്ത് പി എന്ന് പറഞ്ഞ ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്താൽ ആ പി എന്ന പോയിന്റിലൂടെ ഒരു ഗോസിയൻ സർഫസ് ഉണ്ടാവും. ഇപ്പം നമ്മൾ ഈ സ്ഫിയറിന് ഉള്ളിലാണ് പി കൺസിഡർ ചെയ്തെങ്കിൽ ആ പിയിൽ കൂടെ ഉള്ളിലൊരു ഗോസിയൻ സർഫസ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ സ്ഫിയറിന്മേലാണ് ഇവിടെയാണ് ഒരു പി എന്ന് പറഞ്ഞ പോയിന്റ് വെച്ചെങ്കിൽ ആ സ്ഫിയറിൻ്റെ ഇതിലൂടെ തന്നെ സെയിം ലൈനിലൂടെ തന്നെ ഒരു ഗോസിയൻ സർഫസ് ഉണ്ടാവും. അതാണ് ഗോസസ് തിയറത്തിലുള്ളൊരു കാര്യം. അപ്പോൾ യൂണിഫോംലി ചാർജ് സ്ഫെറിക്കൽ ഷെല്ല് അത് കാരണം ഉണ്ടാകുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ് എന്താണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കൺസിഡർ എ പോസിറ്റീവ് ചാർജ് Q distributed uniformly on a surface of a spherical shell of radius R and center O. Consider a point P at a distance R from the center of the spherical shell. എന്താ പറഞ്ഞത്? ഒരു യൂണിഫോംലി പോസിറ്റീവ് ചാർജ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലൊരു Q എന്ന് പറഞ്ഞ അതായത് പോസിറ്റീവ് ചാർജ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഫെറിക്കൽ ഷെല്ലാണിത്. ഇതിൻ്റെ റേഡിയസ് R, പിന്നെ ഇവിടെ പുറത്ത് P എന്ന് പറഞ്ഞൊരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തു. ആ പിയിലൂടെ ഒരു ഗോസിയൻ സർഫസ് ഉണ്ടാവും. നമ്മൾ സ്ഫിയറിൻ്റെ പുറത്താണ് പോയിന്റ് കൺസിഡർ ചെയ്തത്. അപ്പോൾ ആ പി എന്ന് പറഞ്ഞ പോയിന്റിലൂടെ ഒരു ഗോസിയൻ സർഫസ് ഉണ്ടാവും. ഓയിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് r എന്ന് നമ്മൾ മാർക്ക് ചെയ്തു. സെൻട്രോ പോയിന്റ് പി ലൈസ് ഔട്ട്സൈഡ് ദ സ്ഫെറിക്കൽ ഷെൽ. നമ്മൾ പി എന്ന് പറഞ്ഞ ഈ ഷെല്ലിൻ്റെ പുറത്താണ് നമ്മളിത് കൺസിഡർ ചെയ്തത്. അപ്പോൾ പിയിലൂടെ ഗോസിയൻ സർഫസ് ഉണ്ടായി. Consider a Gaussian spherical surface of radius R and center O around the shell passing through the point P. ഇതാണ് ഇപ്പോൾ പറഞ്ഞത്. പി എന്ന് പറഞ്ഞ പോയിന്റിലൂടെ ഗോസിയൻ സർഫസ് ഉണ്ടായി. The total electric flux through the Gaussian surface is, ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? phi equal to closed integral E.ds. ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ അപ്പോൾ നെ നമ്മൾ ഔട്ട് സൈഡ് എടുത്തു. ds എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിൽ ഏതാ പറയുക? ഇതൊരു സ്ഫിയർ ആണ്. സർഫസ് ഏരിയ ഓഫ് സ്ഫിയർ. dsന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? 4πr². dsന് പകരം 4πr² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ കിട്ടി, E × 4πr². ഇക്വേഷൻ നമ്പർ 1. E × 4πr² ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. മനസ്സിലായോ എങ്ങനെയാണ്? phi equal to closed integral E.ds. നെ ഔട്ട് സൈഡ് എടുത്തു. dsന് പകരം നമ്മൾ 4πr² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളിത് സ്ഫിയർ ആണ്. 3 തരത്തിൽ ചാർജ് ഡെൻസിറ്റി പറയാം. ഒരു സ്ട്രെയിറ്റ് ലൈൻ ആകുമ്പോൾ എങ്ങനെയാണ്? അതൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാകുമ്പോൾ എന്താണ് നമ്മൾ പഠിച്ചു, എന്നല്ല ക്ലാസ്സിൽ പഠിച്ചില്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഒരു സ്ഫിയർ ആണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്തായിരിക്കും? സിഗ്മ. സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ. അക്കോർഡിംഗ് ടു ഗോസസ് തിയറം ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ E.ds ഈക്വൽ ടു Q/ε0. ഇക്വേഷൻ നമ്പർ 2. അത് ഓൾറെഡി നമ്മൾ പഠിച്ചതല്ലേ. ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ E.ds എന്ന് പറയുന്നത് Q/ε0 എന്ന് ഗോസസ് തിയറം. അക്കോർഡിംഗ് ടു ഗോസസ് തിയറം ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ E.ds ഈക്വൽ ടു Q/ε0. ഇക്വേഷൻ നമ്പർ 2. ഓൾറെഡി ഇക്വേഷൻ നമ്പർ 1 എന്താ നമുക്ക് കിട്ടിയത്? ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ E.ds പകരം നമ്മൾ എന്ത് ചെയ്തു? E ഔട്ട് സൈഡ് എടുത്തു. dsന് പകരം 4πr² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇതാണ് ഇക്വേഷൻ നമ്പർ 1. ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ E.ds ഈക്വൽ ടു E × 4πr². അതുപോലെ ഇതാണ് ഇക്വേഷൻ നമ്പർ 2. ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ E.ds ഈക്വൽ ടു EDS ഈക്വൽ ടു Q/ε0. രണ്ട് ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ്. അപ്പോൾ ഫ്രം ഇക്വേഷൻ നമ്പർ 1 E × 4πr² ഈക്വൽ ടു Q/ε0 എന്ന് കൊടുക്കാമല്ലോ. ഇക്വേഷൻ നമ്പർ 1ൻ്റെയും ഇക്വേഷൻ നമ്പർ 2ൻ്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആയിരിക്കില്ലേ? E × 4πr² ഈക്വൽ ടു Q/ε0. ഇതിന് E എങ്ങനെ കണ്ടുപിടിക്കുക? E ഈക്വൽ ടു Q/ε0. ഈ 4πr² ഡിനോമിനേറ്ററിലേക്ക് വരും. Q/4πε0 r². 1/4πε0 ആണ് K എന്ന് നമ്മൾ പഠിച്ചു. 1/4πε0 ആണ് K. അപ്പോൾ E ഈക്വൽ ടു KQ/r². KQ/r². വെക്ടറിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ എന്താവും? വെക്ടർ E ഈക്വൽ ടു KQ/r² r cap. യൂണിറ്റ് വെക്ടർ 2. ഇഫ് സിഗ്മ ഈസ് എ സർഫസ് ചാർജ് ഡെൻസിറ്റി, നമുക്ക് ഇവിടം വരെ എത്തി. നമ്മളിപ്പോൾ സിഗ്മയാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സിഗ്മ എന്ന് പറയുന്നത് Q/A ആവുന്നതെന്നല്ല പഠിച്ചു, ഇന്നലത്തെ ക്ലാസ്സിൽ പഠിച്ചില്ലേ? സിഗ്മ ഈക്വൽ ടു Q/A. ഈ കേസിൽ എക്ക് പകരം 4πr². അപ്പോൾ Q എന്തായിരിക്കും? സിഗ്മ × 4πr² അല്ലേ? Q ഈക്വൽ ടു സിഗ്മ × 4πr². എന്നിട്ട് നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സിഗ്മ E ഈക്വൽ ടു Q/4πε0 r² ഈക്വൽ ടു Qന് പകരം നമ്മൾ സിഗ്മ × 4πr² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. /4πε0 r². 4π ക്യാൻസൽ, ബാക്കി എന്ത് വരും? സിഗ്മ r²/r². E ഈക്വൽ ടു സിഗ്മ/ε0 r²/r². ഫോർ r > r. മനസ്സിലായോ? പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? ഗോസസ് തിയറത്തിൻ്റെ അപ്ലിക്കേഷൻ. ഓക്കെ, താങ്ക് യു.